ഇപ്പം നമ്മൾ അഥവാ 29-ൻ്റെ അന്ന് ഒരു 20 മിനിറ്റ് ചന്ദ്രൻ ചക്രവാളത്തിലുണ്ട്. അപ്പോൾ നമുക്ക് മേഘം മൂടി കണ്ടില്ല. അപ്പോൾ സ്വാഭാവികമായിക്കൊണ്ട് പിറ്റേന്ന് നമ്മുടെ ഒന്നാണ്. പിറ്റേന്ന് ഒന്നാകുമ്പോൾ എന്തുണ്ടാവും? കുറച്ച് പൊന്തിയിട്ടുണ്ടാവും മാസം. അപ്പോൾ ഇത്തട ഞമ്മക്കൊരു നോമ്പ് പോയിട്ടോ, ഞമ്മൾക്ക് ഒരു ഒന്ന് പോയി. ഇത് രണ്ടെന്നെ ഉറപ്പാ. വലുപ്പം നോക്കിയാണ് നിങ്ങൾ, എന്താ ഇപ്പം എൻ്റെ വലുപ്പം, എന്താ എൻ്റെ ശോഭ. ഇത് ഒന്നല്ല, ഇത് രണ്ടെന്നെ, ഞമ്മക്കൊരു നോമ്പ് പോയിട്ടോ. ഇത് ശുദ്ധ അസംബന്ധമാണ്, ഹദീസുകൾക്ക് വിരുദ്ധമാണ്. ഇതേപോലെ സംഭവം ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഇമാം മുസ്ലിമിൻ്റെ ഹദീസ് വായിക്കാം. കാല അബുൽ ബുഖ്തരി അദ്ദേഹം പറയാണ്, ഖറജ്നാ ലിൽ ഉംറ, ഞങ്ങൾ ഉംറക്ക് പുറപ്പെട്ടു. ഫലമ്മ നസൽനാ ബിബത്നി നഖല, അങ്ങനെ ബത്നു നഖലയിൽ ഞങ്ങൾ എത്തിയപ്പോൾ തറാഇനൽ ഹിലാൽ, ഞങ്ങൾ ഹിലാൽ കാണാൻ പോയി. ഹിലാൽ കാണാൻ വേണ്ടി ഞങ്ങൾ പിന്നെ ചന്ദ്രമാസപ്പിറവി ദർശിക്കാൻ വേണ്ടി. അപ്പോൾ ഞങ്ങൾ ചന്ദ്രനെ കണ്ടു. ഫഖാല ബഅദുൽ ഖൗമി ഹുവ ഇബ്നു സലാസ, എടാ ഇത് 3 ആട്ടോ. ചില ആൾക്കാർ പറഞ്ഞു ഇത് 3 ആണ്. വഖാല ബഅദുൽ ഖൗമി, വേറെ ചില ആൾക്കാർ പറഞ്ഞു ഇല്ല ഹുവ ഇബ്നു ലൈലത്തെ, അല്ല ഇത് 2, ഒന്ന് ഏതായാലും അല്ല, ഇതൊന്ന് ഏതായാലും അല്ല, ഒന്നുകിൽ 2 ആണ്, ഇത് 3 ആണ് എന്ന് അവർ ഉറപ്പിച്ച് പറഞ്ഞു. അപ്പോൾ ഫലഖീന ഇബ്നു അബ്ബാസ്, ഞങ്ങൾ ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിൻ്റെ അടുക്കിലേക്ക് ചെന്നു. മാസപ്പിറവി കാണാൻ പോയി. കണ്ടോലൊക്കെ പറയും ഇത് ഒന്ന് ഏതായാലും അല്ല, ഏറ്റവും ചുരുങ്ങി 2 ആണ് 3 ആണ്, അത്രയും വലുപ്പമുണ്ട് ഇതിന് കാണാൻ. അപ്പോൾ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, ഇവിടെ ഈ വിഷയം പറഞ്ഞപ്പോൾ ചോദിച്ചു, അയ്യ ലൈലത്തിൻ റഅയ്തുമുഹു, നിങ്ങൾ ഏത് രാത്രിയാണ് ആ ചന്ദ്രനെ കണ്ടത്? ഫഖുൽനാ ലൈലത്തെ കദ വകദ, ശരി, എന്നാൽ നിങ്ങൾ കേട്ടോ, ഇന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ ഇന്നല്ലാഹ മദ്ദഹു ലിറുയ ഫഹുവ ലിലൈലത്തിൻ റഅയ്തുമുഹു, അത് അള്ളാഹു നിങ്ങൾക്ക് വ്യക്തമായി കാണാൻ വേണ്ടി നിങ്ങൾക്ക് നീട്ടി വലുതാക്കി തന്നതാണ്. നിങ്ങൾ ഏത് ദിവസമാണോ ആ ചന്ദ്രനെ കണ്ടത്, ആ ദിവസമാണ് നിങ്ങളുടെ ഒന്ന്. അതിൻ്റെ വലുപ്പം ചെറുപ്പം നോക്കിയിട്ടല്ല. ഈ ഹദീസിന് ഇമാം നവവി കൊടുത്ത വിശദീകരണം എന്താ അറിയോ? ബാബു ബയാൻ അന്നഹു ലാ ഇഅ്തിബാറ ബികബരിൽ ഹിലാലി വസ്ഗരി, ഹിലാലിൻ്റെ വലുപ്പം എത്ര ഉണ്ട് നോക്കിയിട്ടല്ല തീയതി തീരുമാനിക്കേണ്ടത്. ഹിലാലിൻ്റെ വലുപ്പം നോക്കിയിട്ടല്ല തീയതി തീരുമാനിക്കേണ്ടത്. അപ്പോൾ എന്നാണോ കണ്ടത് അന്നാണ് നിങ്ങളുടെ ഒന്നെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിക്കൊണ്ട് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അവിടെ കൃത്യമായി കൊണ്ട് ഉദ്ധരിച്ചിട്ട്. അപ്പോൾ ചുരുക്കത്തിൽ ഇതിൻ്റെ അടിസ്ഥാനങ്ങൾ നമ്മൾ മനസ്സിലാക്കുക. പ്രമാണങ്ങൾ വളരെ കൃത്യമാണ്. ആ കൃത്യമായ പ്രമാണങ്ങളിലേക്ക് മടങ്ങിയാൽ നമുക്ക് തർക്കം തീർക്കാം. ഒരേ ദിവസം ഒരു വിവാദമില്ലാതെ എല്ലാ പെരുന്നാളും എല്ലാ മാസങ്ങളും ഒരുപോലെ കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കും. അതിന് അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.